പലരും പെർഫെക്റ്റ് ആയിട്ട് എൻട്രീസ് എടുക്കുന്നുണ്ട്, ബ്രേക്കൗട്ട് അല്ലെങ്കിൽ റിവേഴ്സൽ എൻട്രീസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു ട്രേഡ് എവിടെ എക്സിറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനില്ല, അല്ലെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എൻട്രി എടുത്തതിന് ശേഷം പലർക്കും വിളിക്കുകയാണ് ഇത് ഇതുവരെ പോകും അല്ലെങ്കിൽ ഇത് എവിടുന്ന് തിരിയും എന്നുള്ളതൊക്കെ. ഒരിക്കലും ആ ഒരു മൈൻഡ് സെറ്റോടെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു എക്സിറ്റ് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എൻട്രിയും എക്സിക്യൂട്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിനെ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് എൻട്രി പ്ലാൻ വേണം, പെർഫെക്റ്റ് എക്സിറ്റ് പ്ലാൻ എന്താണെന്നുള്ളത്. ഹായ് ഓൾ, ടുഡേ ഇസ് 25th April 2024 ചേരുന്ന മാർച്ച്. ഇന്നത്തെ ട്രേഡ് ഇൻഫോസിലായിരുന്നു. അഗൈൻ ഇൻഫോസിലെ ഷോർട്ട് പൊസിഷൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 14-23 താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ലോങ് പൊസിഷൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു CPR മുകളിലോട്ടാണ്. ഓക്കെ, പ്രൈസ് താഴെ ഓപ്പൺ ചെയ്ത് നല്ലൊരു ബുൾമൂവ് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു അപ്പോൾ CPR പ്രൈസ് റിജക്ഷൻ എടുത്തു. അഗൈൻ ഒരു സെയിം ഏരിയ വന്ന സമയത്ത് ഒരു ബ്രേക്ക് തന്നു, പക്ഷേ ഒരു ക്യാൻഡിൽ പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു. പിന്നീടാണ് നോക്കുന്ന സമയത്താണ് ആ ഒരു ഏരിയ പെർഫെക്റ്റ് നല്ലൊരു റെസിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇത്രയും സമയം പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ ഒരു ഏരിയ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഈ ഒരു 140 ക്യാൻഡിൽ പ്രൈസ് ബ്രേക്ക് ചെയ്തു. നല്ല ബ്രേക്ക് ഔട്ട് ആയിരുന്നു, നല്ല അത്യാവശ്യം നല്ലൊരു വോളിയം ബിൽഡപ്പ് ഉണ്ടായിരുന്നു ഒരു ക്യാൻഡിൽ. സോ നമ്മൾ അവർ ലോങ് പോർഷൻ എൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു CPR താഴെയായിട്ടും. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ്, അതൊരു ഡെയിലി പീരിയഡ് ആയിരുന്നു. ആ ടാർഗറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ട്രേഡിന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്.